പുതിയ ഓഫീസ് സ്പേസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഷെടാ റെൻറ്റ് തീരെ കുറവാണല്ലോ എന്ന്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഓടിച്ചാടി സെലക്ട് ചെയ്യരുത്. എപ്പോഴും കുഴപ്പങ്ങളുള്ള സ്ഥലങ്ങൾക്കാണ് മാർക്കറ്റ് വാല്യൂ ഒരുപാട് കുറച്ച് കാണിക്കാറുള്ളത്. സോ അത്തരം സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പൊസിഷനിങ്ങും ഓറിയൻറ്റേഷനും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഫിക്സ് ചെയ്യുക. നമ്മൾ കാശ് കുറവല്ലെന്ന് ഓർത്ത് ആ പൈസയും കൂടെ സേവ് ചെയ്യാൻ ഓർത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന സ്പേസ് ആണെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ആ ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. സോ ബി കെയർഫുൾ. സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റെൻറ്റിനേക്കാളും ഡബിൾ എമൗണ്ട് അല്ലെങ്കിൽ ഹൈ റെൻറ്റിലുള്ള സ്പേസ് വാസ്തുപ്രകാരം ഓക്കെയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പോയി സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓർക്കും, മണി അട്രാക്റ്റ് ചെയ്യുന്ന സ്പേസ് ആണെങ്കിൽ പിന്നെ റെൻറ്റ് ഹൈ ആണെങ്കിലും എന്താ കുഴപ്പം? കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ വാസ്തുവിനെ നമ്മളെ സ്വാധീനിക്കാൻ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്രയും മാസങ്ങളിൽ ഈ ഹൈ റെൻറ്റ് അഫോർഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല എങ്കിൽ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രെയിൻ ഫീൽ ചെയ്യും. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യും. വാസ്തുവിൻ്റെ സപ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കി ലോജിക്കലി വേണം യൂസ് ചെയ്യാൻ.